പിന്നെ ഈ 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. അതൊരു രാജുവേട്ടനെ ഐ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജുവേട്ടൻ മാത്രം സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജുവേട്ടനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഒരു പ്രതീക്ഷ വേണ്ട. ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ലുക്ക് ഉണ്ട്. ഈവൻ ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിൽ പോലും ഇതുവരെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും കാണാത്ത രാജുവേട്ടൻ്റെ ഒരു ലുക്കാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്രഷ് ലുക്ക്, ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഒരു കൺസെപ്റ്റ് നമുക്ക് തരാണോ ചെയ്യുന്നത്? ഇതിൽ രാജീവിന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ രാജീവിന്റെ ഒരു ലുക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോ ബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എൻ്റെ ഏതെങ്കിലും ഒരു ലുക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജറി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ രാജീവിനും മീരയും ആർ ക്വിൻറ്റസെൻഷ്യലി നോ ബഡീസ്. ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് പെട്ടെന്ന് ഇപ്പോൾ പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിന് പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അതിന് ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തത്. സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പൊ ഫോട്ടോക്ക് എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ് അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന എങ്ങനെ ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്കായിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിർ അലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിർ അലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിലും ഉള്ളത് കൊണ്ട് ഞാൻ നടന്നു പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഉണ്ട്. അപ്പൊ നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാരവനിലെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്ക് എന്താ വയ്യേ എനിക്ക് ആൾക്കാർ ചോദിക്കുക. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനുവേണ്ടി അതിനെ കൺസീവ് ചെയ്തത് രാജീവൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡായ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണോ അതിന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിലും അങ്ങനെയായിരിക്കും. സോ ഐ വിൽ ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 40, 60, 30 കണക്കെനിക്ക് അറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്റർവ്യൂവിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ലൈഫിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം താങ്കൾ അതെല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന സംഭവം ഇലുമിനേറ്റി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. അത് താങ്കൾ ലൈഫിൽ കാത്തു സൂക്ഷിച്ച് കുറേ ഡിസിപ്ലിൻസും കാര്യങ്ങളും കൂടെ തന്നെയാണത്. അപ്പം താങ്കൾ എന്താണ് ആ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസിപ്ലിൻ എനിക്കത് അതിന്റെ ഉത്തരം എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ പിന്നെ 10 വർഷം മുമ്പത്തെ ആ ചോദ്യം ചോദിച്ച് നിങ്ങൾക്ക് മടുക്കുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഉത്തരം പറഞ്ഞ് എനിക്ക് മടുത്തു തുടങ്ങി. ഇലുമിനാറ്റി 10 വർഷം മുമ്പ് അബദ്ധത്തിനൊരു ഇന്റർവ്യൂ കൊടുത്തു എന്നുള്ളതാണ്. ഈ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവില്ല. അതിന് ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയെ. എനിക്ക് സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഇന്നും ഏറ്റവും എനിക്ക് സന്തോഷം തരുന്നത് ഫിലിം ഉണ്ടാക്കുക, ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സന്തോഷം ഉള്ളിടത്തോളം കാലം എനിക്ക് സംതിങ് ഐ വാണ്ട് ടു കീപ് ഗോയിങ് ബാക്ക് ടു ഇങ്ങനെയൊക്കെ പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ആഗ്രഹങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. ഓക്കെ, യു കൻ ഡ്രീം ആസ് ബിഗ് ആസ് യു വാണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ആളാണ്. ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നതാണ്.
ആൻഡ് ഐ വിൽ ട്രൈ ഓൾസോ. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും.